ഹലോ, എല്ലാവർക്കും നീനാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ ചെടികൾക്ക് ഒരു ഫെർട്ടിലൈസർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളെ കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കാരണം കഴിഞ്ഞൊരു വീഡിയോയിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അനീഷ് ബായ് അങ്ങനെ എന്തോ ആണ് പേര്. അദ്ദേഹം ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എന്ത് ഫെർട്ടിലൈസറാണ് ഒഴിക്കുന്നതെന്ന്, ചെടികൾക്ക് കൊടുക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ പലതരം ഫെർട്ടിലൈസർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലൊന്നാണ് ഇത്. ഇതിന് മുന്നേ ഞാൻ ചാണകം കിട്ടാത്തവർക്ക് എന്ത് ചെയ്യാം, ചാണകത്തിന് പകരം നമുക്ക് ചെടികൾക്ക് എങ്ങനെ എന്ത് ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ വേറൊന്നാണ് ഇത്. അതെന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് നമ്മൾ വെറുതെ കളയുന്ന സാധനങ്ങൾ വെച്ച് ചെയ്യുന്ന ഒരു ഫെർട്ടിലൈസറാണ്. കണ്ടില്ലേ, ഞാനിത് ഉപയോഗിച്ചിട്ട് എൻ്റെ ചെടികൾ എത്ര നല്ല രീതിയിലാണ് തഴച്ച് നിൽക്കുന്നത്, പൂവിട്ട് നിൽക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ ഇത് വേറൊന്നുമല്ല, നമ്മുടെ പച്ചക്കറി വേസ്റ്റ് ഉണ്ടല്ലോ, നമ്മൾ അടുക്കളയിൽ പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ നമ്മൾ എന്താ ചെയ്യുക, കളയുകയല്ലേ ചെയ്യാറ്. അപ്പോൾ ഞാൻ അങ്ങനെയല്ല, ഞാൻ ഇതുപോലത്തെ ഈ ടിന്നിൽ ഇട്ടിങ്ങനെ വെക്കാറാണ് പതിവ്. കണ്ടില്ലേ, ഇതെന്താണെന്ന് മനസ്സിലായോ? ഇത് നമ്മുടെ മാതളത്തിൻ്റെ തോടാണ്. പിന്നെ ഇത് പാഷൻ ഫ്രൂട്ടിൻ്റെ തോടാണ്. അങ്ങനെ ഇങ്ങനെ നമ്മൾ ഫ്രൂട്ട്സിൻ്റെ തോടായാലും പച്ചക്കറിയുടെ തോടായാലും ഇത് നമ്മുടെ വെണ്ടല്ലോ വഴുതനയുടെ സംഗതി, മുട്ടത്തോട്, ഇങ്ങനെ എന്തൊക്കെ വേസ്റ്റ് ഉണ്ടോ അതൊക്കെ ഞാനിങ്ങനെ ഈ ടിന്നിലിട്ട് വെച്ച ശേഷം കുറഞ്ഞതൊരു 2 മാസമെങ്കിലും മാറ്റി വെക്കണം. നമ്മളത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് തുറക്കാനോ ഒന്നും പാടില്ല, അടച്ച് വെക്കണം. ഇപ്പം അടപ്പില്ലാത്ത ഇതുപോലത്തെ ബക്കറ്റാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് വെച്ചിട്ട് നമ്മൾ അടച്ച് വെക്കണം. അപ്പം 2 ബക്കറ്റ് വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് നിറയുമ്പോഴേക്കും മറ്റേതിലോട്ട് പിന്നീടുള്ള വേസ്റ്റുകൾ നമുക്ക് ഇട്ടിട്ട് ഇതുപോലെ മാറ്റി വയ്ക്കാവുന്നതാണ്. അപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. 2 ബക്കറ്റ് മാറ്റി വെച്ചിട്ടുണ്ടാവും. പിന്നെ ഇത് നേർപ്പിച്ചേ ഒഴിക്കാവൂ. വീണ്ടും വലിയൊരു ബക്കറ്റിലേക്ക് ഒഴിച്ചിട്ട് ധാരാളം വെള്ളം, ഒരു 2 ഇരട്ടി വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് നേർപ്പിച്ചിട്ട് വേണം ചെടികളുടെ ചുവട്ടിലോട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നെ ഈ ബാക്കി വരുന്ന ഈ വേസ്റ്റൊക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിൻ്റെ ചുവട്ടിൽ തന്നെ ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. പിന്നെ അധികമായിട്ട് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാതിരിക്കുക, കാരണം നമ്മൾ ഒഴിച്ചാൽ അതെല്ലാം ഒലിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് കുത്തനെ കുറേ അങ്ങ് ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, കുറച്ച് ഒഴിച്ചാൽ മതി. പിന്നെ ഞാൻ ഇങ്ങനെ ഒരു കട്ടർ വാങ്ങിയിട്ടുണ്ടേ. പക്ഷെ അത് സംഗതി കൊള്ളാം. ഇങ്ങനെ മുറിക്കാനേ നമ്മൾ കത്തി വെച്ചിട്ടൊക്കെ മുറിച്ചപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി. ഇതിപ്പോൾ നല്ല കട്ടിയുള്ള സംഗതിയിലും മുറിക്കാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ചെറിയ ചെറിയ മൊട്ട് വരുന്നുണ്ട്. എങ്കിലും മുറിച്ച് വിടുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും കൂടുതൽ ശിഖരങ്ങൾ വരികയും ചെയ്യും. പിന്നെ ആ വരുന്ന ശിഖരങ്ങളിലൊക്കെ ആവും വരുന്നത്. ഇത് ആപ്പിൾ ചെറിയാണേ. അതിൻ്റെയും കൊമ്പ് ഞാൻ കോതി കൊടുക്കുന്നുണ്ട്. എല്ലാത്തിൻ്റെയും കൊമ്പൊന്ന് കോതി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇതിലും കുഞ്ഞു കായൊക്കെ ഉണ്ട്, എന്നാലും നമ്മൾ മുറിച്ച് വിടുന്തോറും പിന്നെ പുതിയ ശിഖരങ്ങൾ വന്ന് അതിൽ കായ ഉണ്ടാവുമല്ലോ. ഇത് പുളിയിൽ കണ്ടില്ല, നല്ല കട്ടിയാണ് അതിൻ്റെ കൊമ്പ്. പക്ഷെ എങ്കിലും ഇതിട്ട് മുറിക്കാൻ നമുക്ക് എളുപ്പമുണ്ട്. ഞാനിതിന് മുന്നേ കത്തിയിട്ട് മുറിക്കാതെ ഭയങ്കര പാടായിരുന്നു. പക്ഷേ ഈ സംഗതി കൊള്ളാം. ഞാൻ കുറേ നാളെ കൊണ്ട് ഇത് വാങ്ങണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ കണ്ടു. ഇത് ഞാൻ വാങ്ങിച്ചത് ഇവിടെ കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡൻ ഉണ്ടല്ലോ, അവിടെ നിന്നാണ് വാങ്ങിച്ചത്. പിന്നെ ഇത് മറ്റൊരു പേരയാണ്. ഇതിലും പൂക്ക് ഇട്ട് മൊട്ടിട്ട് വരുന്നുണ്ട്. എങ്കിലും ഇതിലും നമ്മൾ കുറച്ച് കോതി കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. പിന്നെ ഇത് മൾബറിയിൽ നമ്മൾ മുറിച്ച് കൊടുക്കും തോറും നന്നായിട്ട് കായിടും. അതാണ് മൾബറിയുടെ ഒരു പ്രത്യേകത. മൾബറിക്ക് അങ്ങനെ സീസണൊന്നുമില്ല, നമ്മൾ മുറിച്ച് വിടും തോറും പുതിയ ശിഖരങ്ങൾ വന്ന് അതിലൊക്കെ നന്നായിട്ട് കായിടും. പിന്നെ ഇത് ഓറഞ്ചാണ്. അതിൻ്റെ ചുവട്ടിലൂടെ ഒരു പച്ചമുളക് കാച്ചായിരുന്നു. ഇതിൽ ഒത്തിരി കാച്ചായിരുന്നു. ഇപ്പോൾ അതും വയസ്സായി, എന്നാലും പിഴുത് മാറ്റുന്നില്ല, അതവിടെ നിർത്തിക്കൊണ്ട് തന്നെ അതിനെ ഒന്ന് മുറിച്ച് വിട്ടാമെന്ന് കരുതി. പിന്നെ ഇത് പ്ലമ്മാണ്. ഇത് ആദ്യമായിട്ടാണ് ഞാനിത് കട്ട് ചെയ്തത്. എന്നുവെച്ചാൽ ഇത് വാങ്ങി നട്ടതിന് ശേഷം ഇതുവരെയും കട്ട് ചെയ്തിട്ടില്ല. വാങ്ങിയിട്ടിപ്പോൾ 1 വർഷമായി. നല്ല ഹൈറ്റിൽ ഇങ്ങനെ പോയിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഏതായാലും ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇനി വരുന്ന ശിഖരങ്ങളിൽ ചിലപ്പോൾ കായിട്ടാലോ, നോക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ചെടികൾക്ക് ഇതുപോലെ വേസ്റ്റായിട്ടൊക്കെ നമ്മൾ കളയുന്ന സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ എൻ്റെ ചെടികൾക്ക് വളമൊക്കെ ഇട്ട് കൊടുക്കാറുള്ളത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പുറത്തുനിന്ന് വാങ്ങാറുണ്ട്. എങ്കിലും ഇതൊക്കെ ഒഴിക്കുമ്പോൾ ശരിക്കും നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടാറുള്ളത്.
അപ്പോൾ നിങ്ങളും ഇതുപോലെ വേസ്റ്റ് ഒന്നും മിക്കവരും ഇതൊക്കെ ഇപ്പോൾ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ആദ്യം കാലം മുതലേ ഇത് തന്നെയാണ് ചെയ്യുന്നത്. എനിക്ക് കൃഷിയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഗതിയാണ്. അപ്പോൾ നിങ്ങളിതുപോലെ ചെയ്യുക, നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. കണ്ടില്ല, എനിക്ക് ഭയങ്കര ഒരു ആനന്ദം തരുന്നൊരു സംഗതിയാണ് ഈ ചെടി വളർത്തുക എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഉപകാരപ്രദമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുമായിട്ട് വീണ്ടും ഞാൻ വരുന്നതാണ്. അതുവരെ ബായ്.